ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ നേട്ടങ്ങളൊക്കെ മുറുകെ പിടിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ മുറുകെ പിടിച്ച് എവിടെയെങ്കിലുമൊക്കെ നിക്ഷേപിക്കാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങളിന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇന്നത്തെ പ്രസൻറ്റ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥ ഇതാണ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിലുള്ള എല്ലാം യാഥാസ്ഥികമായിട്ട് നിങ്ങളത് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയായിരുന്നാലും അത് നിങ്ങൾ വിട്ടുകൊടുക്കാതെ മുറുകെ പിടിച്ച് അതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങളിന്ന് നിൽക്കുന്നത്. നിങ്ങളുടെ ബ്ലോക്കേജ് എന്താണെന്ന് കേട്ടപ്പോൾ 9 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ഒരുപാട് നിങ്ങളേതല്ലാത്ത കാരണത്താൽ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് നിങ്ങളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് ശരിക്കും വേറെ എന്തൊക്കെയോ നിങ്ങളുടെ മനസ്സിലോട്ട് കടന്നു വന്നു. ഞാനതങ്ങനെ കാരണമായിട്ടുള്ള ആ വേദനയിൽ നിങ്ങളിതിലൊന്നും പൂർവ്വമായിട്ട് ഇടപെട്ടിട്ടില്ല. നിങ്ങളല്ലാത്തതാണ്, നിങ്ങളിൽ വരാത്ത കാര്യത്തോടാണ് മനസ്സ് അത്യധികമായിട്ട് വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് നിയന്ത്രിക്കുന്നത്. എന്നാൽ ഈ അവസ്ഥ മാറും. അത് നിങ്ങളുടെ ഒരു അടുത്ത ഘട്ടത്തിലോട്ടാണ് എത്തിച്ച് കൊണ്ടുപോകുന്നതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതെ, തീർച്ചയായും ദ ഫൂൾ എന്ന് പറയുന്ന കാർഡാണ് വന്നിരിക്കുന്നത്. ഒരു യാത്രയുടെ തുടക്കം കൂടിയാണ് ഈ ഫുൾ കാർഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ നിരപരാധിത്വം, പുതിയ തുടക്കം, ഒരു സ്വതന്ത്ര ആത്മാവായിട്ട് നിങ്ങൾ മാറാൻ പോവുകയാണ്. അതായത് എന്ത് സാഹസികതയും നിങ്ങൾ എടുക്കാൻ തീരുമാനിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. എല്ലാം വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ച് പോകുന്ന, തന്നിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഉപേക്ഷിച്ചിട്ട് പുതിയൊരു റിസ്ക് നിങ്ങൾ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ മേഖലയിൽ നിങ്ങൾ വിജയിക്കും, ഞാൻ അതിൽ വിജയം കുറിക്കും എന്ന ദൃഢനിശ്ചയത്തോടെ നിങ്ങൾ മുന്നേറാൻ പോവുകയാണ്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്കുണ്ട്. നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു യൂണിവേഴ്സ്.